നമസ്കാരം. എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയ്ക്ക് നേരെ വീണ്ടും യമൻ വിമത സായുധ സംഘമായ ഹൂതികളുടെ മിസൈൽ ആക്രമണം. സൗദി സഖ്യസേന ആക്രമണത്തെ പ്രതിരോധിച്ചതായി അറിയിച്ചിട്ടുണ്ട്. തെക്കൻ അതിർത്തി നഗരമായ നജ്റാനിലേക്കും കിഴക്കൻ പ്രവിശ്യയിലെ ദമ്മാമിലേക്കുമാണ് ഇത്തവണ മിസൈൽ എത്തിയത്. പ്രതിരോധിച്ച ശബ്ദം ദമാം നഗരത്തിൽ മുഴങ്ങിക്കേട്ടു. ഇവയുടെ അവശിഷ്ടങ്ങൾ താഴെ പതിച്ചിട്ടുണ്ട്. സൗദിയിലെ തന്ത്രപ്രധാന കേന്ദ്രമാണ് കിഴക്കൻ പ്രവിശ്യ. ഇവിടെയാണ് ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ ആരാംകോയുടെ എണ്ണ മേഖലകൾ ഉള്ളത്. ഇത്തവണ മിസൈൽ എത്തിയത് ഇവിടേക്കായതിനാൽ കനത്ത ജാഗ്രതയിലാണ് സൗദി സഖ്യസേന. 4 ദിവസം മുൻപ് തെക്കൻ സൗദിയിലെ അബഹ വിമാനത്താവളത്തിന് നേർക്ക് നടന്ന ഹൂതികളുടെ ഡ്രോൺ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാരടക്കം 8 പേർക്ക് പരിക്കേറ്റിരുന്നു. ഒരു യാത്രാ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആദ്യം 2 പൈലറ്റില്ലാ വിമാനങ്ങൾ സ്ഫോടക വസ്തുക്കളുമായി ആക്രമിക്കാൻ എത്തുകയായിരുന്നു. സൗദി സൈന്യം ഇവയെ തകർത്ത് അക്രമശ്രമം പരാജയപ്പെടുത്തുകയായിരുന്നു. രണ്ടാമത്തെ ആക്രമണ ശ്രമത്തിലാണ് 8 പേർക്ക് പരിക്കേൽക്കുകയും വിമാനത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തത്. 24 മണിക്കൂറിനിടെയുണ്ടായ 2 ആക്രമണത്തിലൂടെ ഹൂതികൾ യുദ്ധക്കുറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് അറബ് സഖ്യസേന ആരോപിച്ചു. അതേസമയം കുറച്ചു ദിവസങ്ങളായി യമനിനോട് ചേർന്ന് കിടക്കുന്ന സൗദിയിലെ ദക്ഷിണ മേഖലയായ അബഹ, ജിസാൻ, നജ്റാൻ എന്നിവിടങ്ങളിലേക്ക് ഹൂതികൾ നിരന്തരം ഡ്രോണുകളും മിസൈലുകളും അയച്ചുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരിനെതിരായ യമനിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഹൂതികൾക്ക് ഇറാൻ പിന്തുണ നൽകുന്നുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഹൂതികൾക്ക് മിസൈലുകളും ഡ്രോണുകളും പരിശീലനവും നൽകുന്നു. ഇത് മുഖേനയാണ് വിമാനത്താവളങ്ങളെയും മറ്റ് നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളെയും ഹൂതികൾ ലക്ഷ്യമിടുന്നതെന്നാണ് സഖ്യസേന വൃത്തങ്ങൾ അറിയിക്കുന്നത്. സിവിലിയന്മാരെയും തന്ത്രപ്രധാന പ്രദേശങ്ങളെയും ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണമൊരുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് അറബ് സഖ്യസേന പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. ഖമീസ് മുഷൈത്തിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഹൂതികൾ നടത്തിയ ആക്രമണ ശ്രമത്തെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ അപലപിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.